സോഷ്യൽ മീഡിയയിൽ വൈറലായ പുളിങ്കുന്ന് സെൻറ് മേരീസ് ഫൊറോന ദേവാലയം എന്നറിയപ്പെടുന്ന പുളിങ്കുന്ന് വലിയ പള്ളിയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ദേശത്തിൻ്റെയും ഭാഷയുടെയും അതിരുകൾ കടന്ന് ഈ ദേവാലയം കാണാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും തേടി ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഈ ഒരു ദേവാലയത്തിലേക്ക് എത്തുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിന് പിന്നിൽ വിശ്വാസത്തിൻ്റെയും അതുപോലെ ഒരു ജനതയുടെ സഹനത്തിൻ്റെയും വലിയ ഒരു കഥയുണ്ട്. ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങിയതിൻ്റെ പേരിലാണ് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഈ ജനത ഇവിടെ നിർമ്മിച്ചത്. അതേക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വെള്ളവും വള്ളവും രക്തത്തിൽ അലിഞ്ഞുചേർന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്ന കുട്ടനാട്ടിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന പുളിങ്കുന്ന് ഫൊറോന പള്ളിയുടെ അങ്കണത്തിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുക. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എല്ലാ ആസ്വാദകർക്ക് മുമ്പിലും വിളമ്പുന്ന ഒരു നാടാണ് കുട്ടനാട്. അതിൽ പേരെടുത്ത് പറയാവുന്ന അല്ലെങ്കിൽ ഭൂപടത്തിൽ അടയാളപ്പെടുത്താവുന്ന ഒരു സ്ഥാനമാണ് പുളിങ്കുന്ന് വലിയ പള്ളിക്കുള്ളത്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, 1498 വാസ്കോ ഡ ഗാമ എന്ന പോർട്ടുഗീസ് നാവികൻ ആദ്യമായിട്ട് കേരളത്തിലെ മണ്ണിലേക്ക് കാലുകുത്തുക. അതിനും വർഷങ്ങൾക്ക് ഏതാണ്ട് 72 വർഷങ്ങൾക്ക് അപ്പുറം 1425 ഈ പുളിങ്കുന്ന് ദേശത്ത് ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു എന്നാണ് ചരിത്രം സാക്ഷിക്കുക. ഇതിന് പിന്നിലേക്ക് പോകുമ്പോൾ നിരണത്ത് നിന്ന് സഭാസമൂഹം രൂപപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മാറിയതിൽ ഒരു ഭാഗം ചമ്പക്കുളത്ത് വന്ന് താമസിച്ചു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്തിന് കല്ലൂർക്കാട് എന്നൊരു പേര് വരുന്നത്. നമുക്കറിയാം, പാലായോടൊക്കെ ചേർന്നിട്ടും നിരണത്തുനിന്ന് പാലാ ഭാഗങ്ങളിലേക്കും പിന്നീട് അവിടെ നിന്ന് ചമ്പക്കുളം ഭാഗങ്ങളിലേക്കും മാറിയതുകൊണ്ടാകാം ആ കല്ലൂർക്കാട് എന്നുള്ള പേര് ഈ പള്ളിക്കും അതിൻ്റെ പരിസരത്തിനും ഉണ്ടാകുന്നത്. അതിനുശേഷം പുളിങ്കുന്നിലും ഒരു പള്ളി രൂപപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയത് രസകരമായ എന്നാൽ ഇത്തിരി വാശിയുടെ ഒരു കഥയാണ് അതിന് പിന്നിലുള്ളത് എന്നാണ് ചരിത്രം പറയുക. ഈ നിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട ചരിത്ര തെളിവുകളൊന്നും ഇല്ലെങ്കിലും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് വാമൊഴിയായി പകർന്നു വന്ന ഒരു സംഭവമാണിത്. അത് മറ്റൊന്നല്ല, പുളിങ്കുന്നിൽ താമസമനുഷ്ഠിച്ച ക്രൈസ്തവ സമൂഹം ഞായറാഴ്ച ആചരണത്തിനായി അണഞ്ഞിരുന്നത് ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം കല്ലൂർക്കാട് ദേവാലയത്തിലാണ്. എന്നാൽ അതിൻ്റെ പരിസരത്ത് തന്നെ അതിൻ്റെ മുമ്പിലായി കിടക്കുന്ന ആ പമ്പയാറ്റിൽ തന്നെ നടക്കുന്ന മൂലം വള്ളംകളി നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ മേളകളുടെ തുടക്കം എന്ന് പറയാവുന്ന ആ മൂലം വള്ളംകളിയിൽ മാറ്റുരയ്ക്കുക എന്നത് അക്കാലത്തെ കുട്ടനാട്ടുകാരുടെ ഏവരുടെയും ഒരു സ്വപ്നമായിരുന്നു. കാരണം അപ്പോൾ നെഹ്റു ട്രോഫി നിലവിലോ എത്തിയിട്ടില്ല. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പരമ്പരാഗതമായി നടന്നു വന്ന ആചാരങ്ങളുടെ ഭാഗമായി നടന്നു വന്ന ആ മൂലം വള്ളംകളിയിൽ സ്വാഭാവികമാണല്ലോ കുട്ടനാട്ടുകാർ ഏറ്റുമുട്ടുക എന്നത്. അതിൽ ചമ്പക്കുളത്തും പുളിങ്കുന്നിലും കാവാലത്തും കാരിച്ചാലിലും ചെറുതനയിലും ഒക്കെ വള്ളങ്ങളുള്ളപ്പോൾ അവിടെ ഏറ്റുമുട്ടുന്ന ആ കരിനാഗങ്ങളുടെ നേതാക്കന്മാരായി നിന്ന ഈ രണ്ട് കരക്കാർ തമ്മിൽ അതിൻ്റെ പേരിലുള്ള ചെറിയൊരു വാശിപ്പുറത്ത് സാധാരണ സമയത്ത് നടക്കാനുണ്ടായിരുന്ന ഞായറാഴ്ച ആചരണം പുളിങ്കുന്നുകാരെ ഒന്ന് തോപ്പിക്കാം, ഒന്ന് കളിയാക്കാം എന്ന് കരുതി ഇത്തിരി നേരത്തെ വെക്കുകയും ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളില്ലാത്ത ആ കാലഘട്ടത്തിൽ കെട്ടുവള്ളങ്ങളിലും ചെറുവള്ളങ്ങളിലും ഒക്കെയായി അവിടെ ചെന്ന് ദിവ്യബലിയിൽ അർപ്പിക്കേണ്ട പുളിങ്കുന്നുകാർ അവിടെ ചെന്നപ്പോൾ ദിവ്യബലി ഏതാണ്ട് പകുതിയിലപ്പുറം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുകയും താമസിച്ച് വന്നതിൻ്റെ പേരിൽ ആ നാട്ടുകാർ കളിയാക്കി വിട്ടു എന്ന് തോന്നലുണ്ടായതുകൊണ്ട് ഇനി മുതൽ ദിവ്യബലിക്ക് അങ്ങോട്ടില്ല എന്നൊരു തീരുമാനം പുളിങ്കുന്നുകാരെടുക്കുകയും ഉടൻ തന്നെ രാജാവിനെ മുഖം കാണിച്ച് അടിയങ്ങൾക്കും ഒരു ദേവാലയം നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ച് തരണമെന്ന അപേക്ഷ വെക്കുകയാണ് ഉണ്ടായത്. അത് വാശിയുടെയൊക്കെ കാര്യമെങ്കിൽ പറയാമെങ്കിലും ഇന്നത്തെ തലമുറ അത്ര വില കൽപ്പിക്കാത്ത ഞായറാഴ്ച ആചരണത്തിൻ്റെ
പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു തലമുറ ഒരു കാരണവശാലും ഞായറാഴ്ചത്തെ ദിവ്യബലി മുടങ്ങാൻ പാടില്ല എന്ന ശാഠ്യം, അത് പൂർണ്ണതയിൽ അർപ്പിക്കണമെന്നുള്ളൊരു ശാഠ്യം ഉള്ളത് കൊണ്ടാണല്ലോ അത്തരം ഒരു തീരുമാനത്തിലേക്ക് അന്നത്തെ തലമുറ എത്തിച്ചേർന്നത്. അതിനുശേഷം നടന്നത് ചരിത്രം. ആദ്യം ചെറിയ ഒരു ദേവാലയമെന്നും പിന്നീട് അത് ഇന്നത്തെ അവസ്ഥയിൽ അതിമനോഹരമായ വിവിധ സിനിമകൾക്ക് പോലും ലൊക്കേഷനായി തീർന്ന, അനേകർക്ക് ഏറിയ ആകർഷണം നൽകുന്ന, ആത്മീയവും ഭൗതികവുമായി ആകർഷണം നൽകുന്ന ഒരു മേഖലയായി പുളിങ്ങുന്ന പള്ളി ഇന്ന് വിരാജിക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ അനുവാദത്തോടുകൂടി സ്ഥാപിച്ച ഈ ദേവാലയം നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ആ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഏതാണ്ട് മുഴുവൻ തന്നെ ചെറ്റക്കുടിലുകളാൽ മാത്രം നിർമ്മിതമായ ഒരു കുട്ടനാടൻ പശ്ചാത്തലത്തിൽ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഓടുകൊണ്ട് നിർമ്മിച്ച അതിഗംഭീരമായ ഈ ദേവാലയം തങ്ങളുടെ വീടിനും തങ്ങളുടെ ജീവിത സാഹചര്യത്തിലും ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ തങ്ങൾ ആരാധനാലയം നിലനിൽക്കണമെന്നുള്ള ആ തലമുറയുടെ വാശിയും നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 90-93 കാലഘട്ടത്തിലാണ് ഈ പുളിങ്ങുന്ന് ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ ഓല മാറി ഓട് മേയുന്ന ഒരു പൂർണ്ണത കൈവരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ വീട് വെള്ളത്തിലായിരിക്കും പോലും ദേവാലയം വെള്ളത്തിലാകരുത് എന്നുള്ള രീതിയിൽ ഏതാണ്ട് 7, 8, 9 പടികളോളം ഉയർന്ന് നിൽക്കുന്ന ഒരു ദേവാലയമാണ് അന്നത്തെ ആ തലമുറ നിർമ്മിച്ചത്. പക്ഷേ കാലക്രമേണ അത് താന്ന് ഒരു പടി വരെയായി ഇപ്പോൾ നിൽക്കുന്നുവെങ്കിലും ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്ന മറ്റ് കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടാലും അതിന് മുമ്പിലും തിലകക്കുറിയായി ഇന്നും ആ ദേവാലയം തുടരുന്നു. ഏവരെയും പുളിങ്ങുന്ന പള്ളിയിലേക്കും സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന തിരുനാളിലേക്കും സ്വാഗതം ആശംസിച്ചു. ചരിത്രപ്രസിദ്ധമായ പുളുങ്ങുന്ന് വലിയ പള്ളിയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ദർശന തിരുനാൾ, ജനന തിരുനാൾ, അത് ഈ ഓഗസ്റ്റ് മാസം 31 തീയതി മുതൽ സെപ്റ്റംബർ 8 വരെ തീയതികളിൽ ആഘോഷിക്കാം. 31 തീയതി വൈകുന്നേരം കൊടിയേറും. പിന്നീട് 8 വരെ ഉള്ള ദിനങ്ങളിൽ വ്യത്യസ്തമായ ശുശ്രൂഷകൾ കൊണ്ട് പള്ളിയും പരിസരവും അലങ്കൃതമാകുന്ന സുന്ദരമായ ദിനങ്ങളാണ്. 1 തീയതി പരിശുദ്ധ കന്യാമരത്തിൻ്റെ കർമ്മല മാതാവിൻ്റെ തിരുസ്വരൂപം, മനോഹരമായ ഒരു തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയാണുള്ളത്. 2 തീയതി പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറപ്പിതാവ്, വിശുദ്ധ ഉപ്രാസ്യാമ, വിശുദ്ധ മറിയം ത്രേസ്യ എന്നിവരുടെ തിരുനാളുകൾ ആഘോഷിക്കുകയും തിരുനാൾ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു. 3 തീയതി വിശുദ്ധ റോസ പുണ്യതയുടെ തിരുനാൾ, 4 തീയതി വിശുദ്ധ 10 പീയൂസിൻ്റെ തിരുനാൾ, 5 തീയതി വിശുദ്ധ അന്ന ഉമ്മയുടെ തിരുനാൾ. ഇതെല്ലാം പരമ്പരാഗതമായിട്ട് ഈ പള്ളിയിൽ ആഘോഷിച്ച് വരുന്ന തിരുനാളുകളാണ്. ഇതെല്ലാം 8 നോമ്പിൻ്റെ തിരുനാളിനോട് ചേർന്ന് തന്നെ നടത്തുന്ന പതിവാണ് ഇവിടെയുള്ളത്. പിന്നീട് ദർശന സമൂഹത്തിൻ്റെതായ ഇലക്ടർമാരുടെ വാഴ്ച, അതുപോലെയുള്ള മറ്റ് ശുശ്രൂഷകൾ. അങ്ങനെ 8 തീയതി ഏറ്റവും ആഘോഷപൂർവമായ കുർബാന അർപ്പണം. ഈ വർഷം നമുക്ക് അഭിവന്യ തോമസ് തറയിൽ പിതാവാണ് അതിന് എത്തിച്ചേരുന്നത്. അന്ന് വൈകുന്നേരം തിരുനാൾ കൊടിയിറങ്ങും. എങ്കിലും 9 തീയതി രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷകളുണ്ട്. തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച പതിവായിട്ട് ഇടവക ദിനമായിട്ടും ആചരിക്കുന്നു. അപ്പോൾ സെപ്റ്റംബർ 14 തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ തന്നെ ഈ വർഷം ഇടവക ദിനം ആചരിക്കുകയാണ്. അതിന് അഭിവന്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ് എത്തിച്ചേരുന്നത്. പുളുങ്ങുന്ന് വലിയ പള്ളിയുടെ പ്രത്യേകത ഒരുപാട് തിരുനാളുകൾ ആഘോഷിക്കുന്ന പള്ളിയാണ്. പരിശുദ്ധ മാതാവിൻ്റെ എല്ലാ തിരുനാളും ആഘോഷിക്കുന്നു. അതുപോലെ മറ്റു പല വിശുദ്ധരുടെയും
തിരുനാളുകൾ സാഘോഷം കൊണ്ടാടുന്നു. മാത്രവുമല്ല, ദർശന തിരുനാളായിട്ട് നടത്തുമ്പോൾ വലിയൊരു ദർശന സമൂഹം ഇവിടെയുണ്ട്. ആ ദർശന സമൂഹത്തിൻ്റെ ശുശ്രൂഷകളിൽ വളരെ പ്രത്യേകമായിട്ടും എല്ലാവരും അവരുടേതായ സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് അവർ പള്ളിയിലെത്തുകയും വേസ്പേഴ്സ് വൈകുന്നേരം നടത്തുകയും ചെയ്യുന്നത് അത് വളരെ ആധ്യാത്മികമായിട്ട് വളരെ സ്വാധീനിക്കുന്ന, ഒരുപാട് ആകർഷണം തോന്നുന്ന നല്ലൊരു ശുശ്രൂഷയാണ്. ധാരാളം ആളുകൾ അതിന് എത്തിച്ചേരാറുണ്ട്. ഈ പള്ളിയുടെ പരമ്പരാഗതമായിട്ട് പള്ളിക്ക് ലഭിച്ചിട്ടുള്ളത്, പൈതൃകമായി ലഭിച്ചിട്ടുള്ള ആ ശുശ്രൂഷകൾ ഒട്ടും മുടക്കം കൂടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, പരിശ്രമിക്കുന്നു, അതിനെല്ലാവരും സഹകരിക്കുന്നു. അതിനോട് ചേർന്നാണ് ഇവിടെയുള്ള അൽമായ പ്രേക്ഷിതരും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പള്ളിയിലെ വിവിധ ശുശ്രൂഷകൾ നടക്കും. നമുക്ക് സെൻറ്റ് മാർട്ടിൻ കപ്പേളയിൽ ഇപ്പോൾ നിത്യാരാധന ചാപ്പലായിട്ടും കൂടി അത് മാറ്റിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഇവിടുത്തെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ചേറെ വർഷങ്ങളായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നു. ആലപ്പുഴ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട്, അതായത് ആളുകൾക്ക് സന്ദർശിക്കാൻ പറ്റിയ യോഗ്യമായ സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും അതുപോലെ കർണാടകയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നല്ലൊരു ആളുകൾ ഈ സ്ഥലം കാണുന്നതിന് സന്ദർശിക്കാനും വരാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ മുൻപ് നടന്ന എല്ലാ സിനിമ ഷൂട്ടിങ്ങും അത് സംബന്ധിച്ച് പള്ളിയുടെ ഒരു മനോഹാരിത, ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ ഒരുപാട് കീർത്തി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം പേര് വന്നു പോന്നു. ജാതി മതഭേദമന്യേ ഉള്ള ആളുകളുടെ സന്ദർശനം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളി. അതുപോലെ ഈ പള്ളിയോട് ഈ പ്രദേശത്തെ ആളുകൾക്കുള്ള ബന്ധം എന്ന് പറയുന്നതും അങ്ങനെ ഒരു കത്തോലിക്കരായ ക്രൈസ്തവരായിട്ടുള്ളവർ മാത്രമല്ല, മറ്റു മതസ്ഥരും എല്ലാവരും വലിയ ബഹുമാനവും സ്നേഹവുമുള്ള ഒരു പള്ളിയാണ്. ഈ പുളുങ്കുന്ന് പ്രദേശത്തിൻ്റെ ഒരു കേന്ദ്ര ഭാഗത്തായിട്ടിരിക്കുന്ന പള്ളി, അതിന് ശരിക്കും രണ്ട് ചിറകുകൾ എന്ന പോലെ ഒരു ആശ്രമപ്പള്ളിയുണ്ട്, സെൻറ്റ് സെബാസ്റ്റ്യൻസ് ആശ്രമപ്പള്ളി. അതും CMI വൈദികരുടെ സാന്നിധ്യം കൊണ്ട് ഒരു വൈദികരാണ് അവർ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതോടൊപ്പം നമുക്ക് പള്ളിയുടെ ഇടതുവശത്തായിട്ട്, അതായത് കിഴക്കേ തലയ്ക്കിൽ അമ്മ ത്രേസ്യയുടെ പേരിലൊരു പള്ളിയും കൊണ്ടുണ്ട്. അത് ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കം വന്നപ്പോൾ അത് ഉപയോഗയോഗ്യമല്ലാതെ വന്നു. അത് പഴയ പള്ളി പൊളിച്ചുകൊണ്ട് പുതിയൊരു പള്ളി നിർമ്മാണം പൂർത്തിയായി വരികയാണ്. ഒക്ടോബർ 15 അമ്മ ത്രേസ്യയുടെ തിരുനാളിൽ അത് അഭിവന്യ പിതാവ് കൂദാശ ചെയ്ത് സമർപ്പിക്കുന്നതാണ്. അങ്ങനെ പുളുങ്കുന്ന് പള്ളി വിവിധങ്ങളായ ശുശ്രൂഷകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എന്നും സഭയിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അല്ലെങ്കിൽ കേരള പ്രദേശത്ത് ഒരു മകുടം ചൂടി നിൽക്കുന്ന ഒരു ധന്യമായ ദേവാലയമാണ്. വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഈ നിർമ്മിതിയെ കവച്ചു വയ്ക്കുന്ന മറ്റൊരു നിർമ്മിതി ഈ നാട്ടിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാലഘട്ടത്തിൽ തങ്ങൾ വിശ്വാസത്തിന് എത്രമാത്രം ഒരു ജനത പ്രാധാന്യം കൊടുത്തു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇത്രയും മനോഹരമായ ഒരു നിർമ്മിതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ നാട്ടിലുണ്ടായത്. ആലപ്പുഴയിൽ നിന്നും ഷെക്കിര ന്യൂസിനു വേണ്ടി ആൻ്റണി നിലപ്പന.